ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ തോറ്റുപോകുന്ന ഒരു സോയ ഫ്രൈ ആണ്. അതിനായിട്ട് നമ്മളൊരു 15 മിനിറ്റ് സോയ ചങ്ക്സ് വെള്ളത്തിൽ കുതിർത്തിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ നൈസായിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നൈസായിട്ട് ഇതുപോലെ അരിഞ്ഞു വയ്ക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇതെല്ലാം നന്നായിട്ട് അരിയുക. ഉള്ളിയൊക്കെ നന്നായിട്ട് അരിയുക. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ അരിഞ്ഞ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും സവാള ഉപയോഗിക്കുക വേണമെങ്കിൽ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് തീരെ നൈസായിട്ട് ആയിരിക്കണം ഇതിൽ കാണിക്കുന്നത് പോലെ. എന്നാലാണ് ആ ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ. എന്നിട്ട് നല്ല ചീനച്ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മിശ്രിതം എടുത്ത് വറുത്ത് കോരുക. നമ്മൾ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് വറുത്ത് കോരണം. അതായത് ഷാലോ ഫ്രൈ അല്ല, ഇങ്ങനെ വറുത്ത് കോരുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരിക. ഒരു 5 മിനിറ്റോളം മതിയാവും, കാരണം നമ്മൾ നൈസായിട്ട് അരിഞ്ഞത് കൊണ്ട്. ഇപ്പോൾ ഏതാണ്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. എന്താ ഈ ഒരു ബ്രൗൺ നിറാവുമ്പോൾ നമ്മളത് കോരിയെടുക്കുക. പതുക്കെ ഒന്ന് എണ്ണ കളഞ്ഞിട്ട് ഒന്ന് കോരിയെടുക്കുക. ഇത് ചൂടോടെ ചോറിന് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളൊരു വിഭവമാണ്. പ്രത്യേകിച്ച് നോയമ്പ് കാലത്തൊക്കെ നമുക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഈ ലുക്ക് പോലെ തന്നെ ടേസ്റ്റാണ് ഇതിന്. ഇതുപോലെ തന്നെ നമുക്ക് പാവയ്ക്ക് നേരിയതായിട്ട് അരിഞ്ഞിട്ട് ഇതേ റെസിപ്പിയിൽ ചെയ്യാവുന്നതാണ്.